ഹലോ. ചതയായി അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെ ഓണമൊക്കെ നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാധാ ഒരു ദിവസം പോലെ തന്നെയാണ് ഓണവും കഴിഞ്ഞു പോയത്. പക്ഷെ മാമൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് മാത്രം മുടങ്ങിപ്പോയി. ഓണത്തിൻ്റെ അന്ന് വൈകിട്ട് ആകുമ്പോഴേക്കും വരുന്നതാണ് മാമൻ്റെ അവിടേക്ക്. പക്ഷെ അതൊക്കെ മുടങ്ങി. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇല്ല, എല്ലാവരും ഇല്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗുരുവായൂർക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് നടന്നിട്ടൊക്കെ ഒന്ന് വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് കുട്ടിപ്പട്ടാളത്തിൽ കൊണ്ട് ഗുരുവായൂർക്ക് പോന്നു. അപ്പോൾ പാർക്കിൽ കയറണം എന്നാണ് വാശിയുണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ അതൊന്ന് കയറ്റി. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു പാർക്കിൽ. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേശ്ശെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ പാർക്കിൽ നിന്ന് പോന്നു. കാരണം വാശി പിടിക്കും ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് വേഗം തന്നെ പിള്ളേരെയും കൊണ്ട് പോന്നു. അങ്ങനെ ഈ നടക്കിലൂടെ നടക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഇപ്പോൾ പറയുകയാണെങ്കിൽ വൈബ് എന്നൊക്കെ പറയാം. എന്തോ ഒരു സുഖമാണ്, പ്രത്യേക ഒരു സന്തോഷമൊക്കെ നമുക്ക് തോന്നും ഈ നടക്കിലൂടെ അങ്ങനെ നടക്കുമ്പോൾ. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ വന്ന് നടന്നിട്ടൊക്കെ തിരിച്ചു പോവായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ രസം, സന്തോഷം. പിള്ളേരെയും കൊണ്ട് നടക്കുമ്പോൾ എളുപ്പമല്ല കേട്ടോ. അവർ പല കാര്യങ്ങൾക്കും വാശി പിടിക്കും. അങ്ങനെ ഗുരുവായൂർ നടക്കിലെത്തി അമ്പലത്തിൽ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ പാൽപ്പായസം കൊടുക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് ഞങ്ങൾ പാൽപ്പായസം വാങ്ങിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പാൽപ്പായസം ഉണ്ടെന്ന്. അങ്ങനെ പാൽപ്പായസമൊക്കെ വാങ്ങിച്ചു. കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അവിടെ ഒന്ന് ഇരിക്കണത്. പക്ഷേ കുട്ടിപ്പട്ടാളമുള്ള കാരണം സമാധാനത്തോടു കൂടിയിട്ട് ഇരിക്കാൻ പറ്റില്ല. അവരവിടെ ഫുൾ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ആനേനൊക്കെ കണ്ടു. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹരലക്ഷ്മിയിൽ കയറി. അതിനല്ലേ പേര്? അത് തന്നെയാണ് പേര്. അങ്ങനെ അവിടുന്ന് ഫുൾ മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ വാശിയായി ഐസ്ക്രീമിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും പിള്ളേരൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവരുവാണ്, എല്ലാവരും വാശി പിടിച്ചിട്ട്. പക്ഷേ തിരിച്ച് വരുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തിരിച്ച് ഞങ്ങൾ എൻ്റെ നാട്ടിൽ ഓണപ്പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അങ്ങോട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പരിപാടികളൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ.